ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ എന്താ പറയുക, കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എന്നതിലുപരി നല്ലൊരു വീഡിയോസ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഒന്നുമില്ല, നാട്ടിൽ പോയപ്പോൾ ഒരുപാട് തിരക്ക് കാര്യങ്ങൾ, ഇവിടെ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള മൂഡ് ഓഫ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ലേറ്റായി പോയതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഇട്ടിരുന്നു. അതായത് പുള്ളിക്കാരനൊരു LC80 വാങ്ങിച്ചു, പക്ഷെ ഒരു 3 തവണ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ ബോർഡ് അടിച്ചു പോയി എന്നുള്ളത്. ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന LC80യുടെ അവസ്ഥയും ഏകദേശം സെയിം തന്നെയാണ്. ഒരു ദിവസം ഇതുപോലെ ഞാൻ അത് വെള്ളത്തിലൊക്കെ ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ നമ്മൾ റീൽസ് കാണുന്നവർക്കറിയാം, അത് ഞാൻ വെള്ളത്തിലൊക്കെ ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ദിവസം ഞാൻ ഒരു മഡിലിറക്കിയത്, അതായത് ഒരു ഇച്ചിരി ചളിയൊക്കെ ഉള്ളൊരു ഒരു സിറ്റുവേഷനിൽ ഞാനത് ഇറക്കി ഓടിച്ചത് കഴിഞ്ഞിട്ട് ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ ഇതേപോലെ പുക വന്നു അതിൻ്റെ അകത്തുനിന്ന്. പിന്നെ നോക്കിയപ്പോൾ ഫ്രണ്ടിലെ സെർവോ വർക്ക് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റിക്കും റൈറ്റിക്കും ഓടിയുന്നുണ്ട് എന്നല്ലാണ്ട് വണ്ടി മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെയും ബോർഡ് അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന തൊട്ടടുത്തുള്ളൊരു RC സർവീസ് സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ ബോർഡ് കിട്ടത്തില്ല എന്നുള്ളതാണ്. ബോർഡ് അടിച്ചു പോയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബോർഡ് കിട്ടത്തില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ ദുബായിൽ അന്വേഷിച്ച് നോക്കി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, പുള്ളിക്കാരനൊരു മൊബൈൽ ഷോപ്പ് നടത്തുകയാണ്, അതുപോലെ തന്നെ ഇച്ചിരി ഹാർജിൻ്റെ ക്രേസൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിനായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് അതിൻ്റെ ബോർഡ് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വൈക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഉള്ളത് നമ്മുടെ എറണാകുളത്തുള്ളൊരു RC ഗ്യാരേജ്, പുള്ളിനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാലും ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് തന്നെയാണ്, അതിൻ്റെ ബോർഡ് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്, പക്ഷേ കിട്ടുകയാണെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വരേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ പുള്ളിനായിട്ട് ഫോൺ ത്രൂ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വാട്സപ്പിലൊന്ന് ബന്ധപ്പെടാം, എന്തെങ്കിലും ലീഡ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.